അപ്പൊ ഇപ്പൊ താങ്കൾ വന്നത് ഒരു റിവ്യൂവർ ആയിട്ടാണ് അല്ലെ? റിവ്യൂ ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ തിയേറ്റർ റിവ്യൂ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്യൂച്ചറിൽ ഈ ഒരു റിവ്യൂയുടെ ഒരു ഭാവി എന്തായിരിക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട്? റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒരുപാട് കാര്യത്തിൽ മാത്രമല്ല ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മുടെ സിനിമാ മേഖലയിൽ ഈ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ്ഡ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. അത് തന്നെയാണ് ഇന്നലെ ആക്ടർ ദിലീപ് പറഞ്ഞു. ഈ പല റിവ്യൂ വന്നോടെ ആൾക്കാർക്ക് സ്വന്തമായി റിവ്യൂ ചെയ്യാനുള്ള കഴിവ് പോവാണ്. പിന്നെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്, സബ്ജക്റ്റീവാണ്. ധ്യാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ്. ഇപ്പൊ നിങ്ങൾ പടം കണ്ടു നോക്കണം എന്നാലേ പറയാൻ പറ്റും. പിന്നെ ചിലർ കണ്ട് ബെസ്സിയാണ്, ഒരുപാട് അങ്ങനെയുള്ളവർക്ക് റിവ്യൂ ഉള്ളതാണ്. അല്ലാത്തവരാണെങ്കിൽ പടം പോയി കാണണം. കാരണം അത് പ്യൂർലി ഇപ്പൊ കോക്കായാലും ഞങ്ങളെല്ലാം പറയുന്നത് ഒരു അഭിപ്രായമാണ്, റിവ്യൂ അല്ല. റിവ്യൂ ചെയ്യുന്നത് ജോയി മാറ്റി പോലെ ആൾക്കാരെ റിവ്യൂ ചെയ്യണം. വേൾഡ് സിനിമയിലെ കണ്ടുവരാം, ജോയി മാറ്റി പോലെ ആൾക്കാർ വേൾഡ് സിനിമയിലെ കണ്ട് അവർക്കാണ് റിവ്യൂ ചെയ്യണം. ഞങ്ങളെല്ലാം പറയുന്ന ഒപ്പീനിയനാണ്. അതിപ്പോ പറഞ്ഞു ഒരു സിനിമ റിവ്യൂയുടെ ആവശ്യമില്ല. അപ്പൊ സന്തോഷ് വർക്കി ഒരു സിനിമ കാണുമ്പോൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കാറ്? എല്ലാ സൈഡും നോക്കാം. ടെക്നിക്കൽ സൈഡ് നോക്കാറില്ല, ആർട്ടിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് സൈഡാണ് നോക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സിനിമയുടെ സാമ്പത്തിക നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്റർടൈൻ ആയിട്ട് കാണാം. ഇവിടെ ഇപ്പൊ വണ്ടമിന്റെ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. ശരിക്കും റിവ്യൂ ഇപ്പൊ ആരും നടത്തില്ല. കോക്കിന് പോലും ജനറൽ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല. അത് വേൾഡ് സിനിമയെ കുറിച്ച് എല്ലാം ആധികാരികമായിട്ട് അറിയാവുന്ന സിനിമയെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തവർക്കാണ് റിവ്യൂ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നടക്കുന്ന വെറുതെ ഒരു കോമാളിത്രമാണ്. കോക്ക് പോലും പറ്റത് സന്തോഷ് വർക്കിയാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബ്രീഫായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആളാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്പത്തെ ഒരു സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല. അല്ല, ഇപ്പൊ കോമാളിത്തരം നടക്കുന്നെന്ന് പറഞ്ഞല്ലോ. കോമാളിത്തരാക്കി മാറ്റിയാണ്. ഞാൻ കോമാളിത്തരം മണിക്കൂറൊന്നും കാണിച്ചിട്ടില്ല. അത് അങ്ങനെ വളച്ചൊടുക്കുകയാണ്. എസ്പെഷ്യലി ട്രോള് വന്നപ്പോഴാണ് ഞാൻ ഒരു കോമാളിയായി മാറിയത്. ഇപ്പൊ ഈ സിനിമാ മേഖലയിലുള്ള ആളുകള് താങ്കളുടെ റിവ്യൂവിനെ പറ്റിയിട്ട് എന്താ പറയാറുള്ളത്? ടിനുപാപ്പച്ചനെ പറഞ്ഞ ഞങ്ങളെല്ലാം പറയുന്ന റിവ്യൂ അല്ല, അഭിപ്രായങ്ങളാണ്. ഞാൻ കുറച്ചൊരു നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കണം. ബയസിംഗ് ഇല്ല, പെയ്ഡ് റിവ്യൂ നടത്തിയിട്ടില്ല. അപ്പൊ നിഷ്പക്ഷമായിട്ടാണ് പറയാം, ഒബ്ജക്റ്റീവായിട്ട്. പക്ഷേ ഈ പെരേരെ പോലെ ആൾക്കാരെ ഇങ്ങനെ റിവ്യൂ എന്ന് പറയാനൊന്നും അറിയില്ല. കാരണം അയാൾ ആകെ കണ്ടുകഴിഞ്ഞ ദിലീപിന്റെ കുറച്ച് സിനിമകൾ മാത്രമാണ്, മമ്മൂട്ടി പോലെ സിനിമകളും കണ്ടിട്ടില്ല. അയാളുടെ റിവ്യൂർ എന്ന് പറയുന്നത് എന്ത് ബേസ് ചെയ്യുന്ന അറിയില്ല. ഇനിയിപ്പോ ഭാവിയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്? ഇപ്പൊ കഥ എഴുതുക, സംവിധാനം, ബുക്ക് എഴുതുമല്ലോ എന്തായാലും. അല്ല, എഴുതാം. പക്ഷെ കുഴപ്പമാണ്, സിനിമയിൽ അവസാനം ക്രെഡിറ്റും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ ഫീൽഡ് ടീം വർക്കാണ്. പക്ഷെ അവസാനം ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോകുന്ന ആക്ടേഴ്സുമാരാണ്. അതെ അതെ, തീർച്ചയായും. ജോൺ പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്കറിയാം. പുള്ളിയുടെ വാടക വീട്ടിലാണ് അവസാനം മരിച്ചത്. അപ്പൊ വേറെ ആൾക്കാർ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ കുറെ പേരുണ്ട്. അവർക്കൊന്നും ഒരു ഇമ്പോർട്ടൻസോ ബോണ്ടറി കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് റൈറ്റർ ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ താല്പര്യമില്ല. ഏതെങ്കിലും കഥ എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറച്ചെല്ലാം എഴുതിയുണ്ട്. ഞാൻ ഫിക്ഷനെക്കാട് കൂടുതൽ നോൺ ഫിക്ഷൻ ആണ്. ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻ ആണ് കൂടുതൽ. സിനിമയായിട്ട് എടുക്കാനാണോ അതോ ഷോർട്ട് ഫിലിം? കഥകളെല്ലാം ഉണ്ട്, ഷോർട്ട് ഫിലിം അല്ല, കഥകളെല്ലാം ഉണ്ട്. പക്ഷെ അത് വെച്ച് സിനിമ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ താല്പര്യമില്ല. എന്താ? കാരണം നിങ്ങൾക്ക് ഫെയിമും കിട്ടില്ല, മണിയും കിട്ടില്ല, ഒന്നുമില്ല. ഫേമസ് ആണല്ലോ, ഇനിയിപ്പോ അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അവസാനം സന്തോഷ് വർക്കി കഥ എഴുതി സിനിമ വരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവസാനം ആക്ടേഴ്സുമാര് അല്ലെങ്കിൽ പാട്ട് പാടാൻ അവർക്കേ കിട്ടുന്നുള്ളൂ, റൈറ്റേഴ്സിനൊന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. എന്നാലും മറ്റേന്റെ അത്രയും പോപ്പുലാരിറ്റിയോ ഫേമ ഇത് കിട്ടില്ല. അല്ല, എന്നാലും എനിക്ക് തോന്നുന്നു സന്തോഷ് വർക്കി ഒരു കഥ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മലയാളികൾ കൂടുതൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. നോക്കണം. എനിക്ക് ഒരു ഐഡിയാസും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഐഡിയാസ് പലതും ഉണ്ട്. അതിൽ ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നോക്കണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും ദുഃഖകരമായുള്ള ഒരു കാര്യം എന്താണ് ഇതുവരെ നടന്നിട്ടുള്ളതിൽ? സന്തോഷം പറഞ്ഞാൽ ഞാൻ 1986 ജനിച്ച 1986 1998 12 വയസ്സ് വരെ നല്ലൊരു ലൈഫായിരുന്നു. 99 വെച്ചാൽ അബ്യൂസ് നടന്നത്. അതുവരെ നല്ലൊരു ടൈമായിരുന്നു. എന്റെ വിഷമ കാര്യം പറഞ്ഞ ഫാദർ മരിച്ചു പോയത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഗൈഡൻസ് കിട്ടിയാണ്. ഇങ്ങനെ പല സംഭവം നടക്കില്ലേ. വൈറലായപ്പോ ആളുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പലതും ഉണ്ടാവും. പ്രശ്നങ്ങൾ മോർ വൈസ്ഡ് ആയിരുന്നു, എന്നെക്കാട് വൈസറായിരുന്നു. കുറച്ച് അഡ്വൈസുകൾ കിട്ടിയായിരുന്നു.